നമ്മുടെ ഡിയോഡ്രൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസറിന് വരാൻ കാരണമാവുന്നു എന്നുള്ളൊരു മിത്ത് ഉണ്ട്. അതിലൊരു ശാസ്ത്രീയമായ സംഗതി ഉണ്ടാകാനിടയില്ല. പക്ഷേ കെമിക്കൽസും ഡൈസും ഒക്കെ പറ്റുന്നത്ര കുറച്ച് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഒരു ജനറൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് സ്പെസിഫിക് ആയിട്ട് റിലേഷൻസ് ഒന്നുമില്ല. ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലെന്തുമാത്രം സത്യമാണോ? അത് സത്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതിൽ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റോള് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഒരു അമിനോറിയ ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസസ് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ഹോർമോണൽ ആക്ടിവിറ്റിയും എസ്പെഷ്യലി ഈസ്ട്രജൻ ഹോർമോണിന്റെ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ ആ സമയത്ത് കുറവായിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഈസ്ട്രജൻ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ ബ്രസ്റ്റിന്റെ ഒരു ഇന്റൻഡഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസറിലെ റിസ്ക് കുറയുന്നതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്.